രാവിലെ എഴുന്നേക്കാൻ മടിയായ കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ രാവിലെ വിഷമിച്ച് കഷ്ടപ്പെട്ട് എഴുന്നേറ്റത് 6:30 മണിക്കാണ് കേട്ടോ. 6:30 മണിക്ക് എഴുന്നേറ്റപ്പോഴേക്കും തന്നെ പുറത്ത് നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഒരു കണക്കിന് കുത്തി പൊക്കിപ്പോയി അടുക്കളയിൽ കയറി. അടുക്കളയിൽ കയറിയപ്പോഴേക്കും ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടുണ്ടാക്കാനായിട്ട് എൻ്റെ പുട്ട് കടയുടെ ചില്ല്, പുട്ടുണ്ടാക്കുന്ന ആ ഒരു ചില്ലുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി ഗൈസ്. എവിടെ പോയി എന്നറിയാൻ പാടില്ല. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ആ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി ഒരു വാഴെല്ലാം മുറിച്ചെടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് നമ്മളുടെ നനച്ച് വെച്ചിരുന്ന പുട്ടിൻ്റെ പൊടി എടുത്തിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വിതറി കൊടുത്തു. ഇങ്ങനെ വിതറാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ ഇത്തിരി കൂടുതലാണ്. അങ്ങനെയുണ്ട് എൻ്റെ കെട്ടിയോൻ പറയുന്നത്. എൻ്റെ പിള്ളേർക്ക് എന്നെക്കാളും പക്വത ഉണ്ടെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ. ഞാനങ്ങനെ കഷ്ടപ്പെട്ട് പുട്ടുണ്ടാക്കി അടുപ്പത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിന് പുട്ട് വേണ്ട, ബ്രെഡ് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാനവന് ബ്രെഡ് എടുത്തുകൊണ്ട് വന്ന് അവൻ ഇരിക്കുന്നിടത്ത് തന്നെ കൊണ്ടുവന്ന് കൊടുത്തിട്ടോ. രാവിലെ തന്നെ വാശി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോണ സമയമാകുമ്പോഴേക്കും ഒരു കരച്ചിലും ബഹളമൊക്കെ ആകും. അപ്പോൾ അത് കാരണം ഞാൻ വാശി പിടിപ്പിക്കാൻ നിന്നില്ല. അവനവിടെ ഇരിക്കുന്നിടത്ത് തന്നെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് തപ്പിയപ്പോഴേക്കും ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പടവലവും പിന്നെ ഒരു എഗ് പ്ലാന്റുമാണ് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തത്. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണം. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് കറിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, പടവലങ്ങയും പരിപ്പും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചു. ചാറ് പോലെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ തേങ്ങ ഇല്ലാത്തത് കാരണം വെറുതെ ഒലത്താമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളുടെ എഗ് പ്ലാന്റ് കൊണ്ടുള്ള ഒരു മാജിക് ആയിരുന്നു. ഒരുപാട് പേര് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു കുഞ്ഞുവാവേനെ കയ്യിലെടുത്തതുപോലെ. ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് 2 ഡാൻസൊക്കെ കളിച്ചപ്പോഴേക്കും നമ്മുടെ കുഞ്ഞൻ മമ്മിക്ക് ഭ്രാന്തായി എന്ന് പറഞ്ഞുകൊണ്ട് വായം പൊളിച്ച് നോക്കിക്കണം. എന്തിൻ്റെ കേടാണ് ഈ അമ്മയ്ക്ക് എന്നുള്ള ഒരു നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം. പാവം കൊച്ചി. എന്ത് പറയാനാണ്, അതിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കുഞ്ഞുവാവനെ പിടിച്ചോടാന്ന് പറഞ്ഞപ്പോൾ കൊച്ചു മേടിച്ച് ഓടിക്കളഞ്ഞു. അയ്യോ എൻ്റെ മമ്മിക്ക് വട്ടായി എന്ന് പറഞ്ഞാൽ അവൻ ഓടിക്കളഞ്ഞു. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി. അപ്പോൾ വിജയന് പോകാൻ സമയമായി. അപ്പോൾ അത് കാരണം ഞാൻ വേഗത്തിൽ പുട്ടൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വിജയന് കൊടുത്തു. വിജയനെ പറഞ്ഞു വിടാനുള്ള തിരക്കിലാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സമയം പോകും. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മളെ മീനില്ലാത്ത മീൻ വറുത്തത് അത് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ എഗ് പ്ലാന്റ് ഓരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മുറിച്ചെടുത്തു. അപ്പോൾ ഞാനൊരു 4 പീസേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. 4ഓ 5ഓ ഞാൻ മറന്നുപോയി. സത്യത്തിൽ ഇത് വോയിസ് ഓവർ കൊടുത്ത വീഡിയോ ആയിരുന്നു, ഞാൻ മറന്നുപോയിട്ടാ. ഉള്ള സത്യം പറയാലോ, ഈ വീട്ടിൽ വഴുതനങ്ങ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം ആരും കഴിച്ചില്ല, ഞാൻ തന്നെയാണ് കഴിച്ചത്. പിന്നെ മീനിൻ്റെ ആ ഒരു ഷേപ്പിൽ, അതായത് മീൻ മുറിച്ച പീസാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഷേപ്പ് വരാനുള്ള തത്രപ്പാടിലുണ്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി അങ്ങനെ ഒരു ചെറിയ മീനിൻ്റെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് മസാല തേച്ച് വറുത്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള പീസ് ഞാനെടുത്ത് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാതെ അത് മുളകും ഉപ്പും പുരട്ടി വറുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിൽ ചതച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിജയനാണെങ്കിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമേ അല്ല. വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുമെന്നാണ് പുള്ളിയുടെ ആ ഒരു അഭിപ്രായം. എന്തെങ്കിലും ആവട്ടെ, ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. ചിലവർക്കൊക്കെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലവർക്കൊക്കെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ലായിരിക്കും. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ എന്തായാലും ഇത് ചതച്ചെടുത്ത് നന്നായിട്ട് നമ്മളുടെ മിക്സ് സെറ്റാക്കാൻ വേണ്ടിയുള്ള സെറ്റാക്കാൻ പോവുകയാണ്. ഇത്തിരി തിരക്ക് കൂടുതലുണ്ട് എനിക്ക് പറയണതിൽ മാത്രമല്ല കേട്ടോ, ചെയ്യുന്ന പ്രവർത്തികളിലും ഇത്തിരി തിരക്ക് കൂടുതലാണ്. ഇത്തിരി കൂടുതലാണ്. പിടപ്പേ എന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അതെന്താണെന്നാവോ 2 ദിവസമായിട്ട് എൻ്റെ നാവിൽ കൂടിയിട്ടുണ്ടത്. ഇതുപോലെ എന്തെങ്കിലും ഒരു വാക്ക് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടേ. അത് മിക്സ് ചെയ്ത് പുരട്ടി അവിടെ വെച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു. പുട്ടും പഴവും ആയത് കാരണം എനിക്ക് ഇത്തിരി വിശപ്പ് കൂടുതലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പുട്ടും പഴവും. എന്നെപ്പോലെ ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെ എൻ്റെ വായിൽ എന്തൊക്കെയോ വിളയാടുന്നുണ്ട്. അതുകൊണ്ടാണ് ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. എന്തായാലും പുട്ടുമ്പഴയും വലിച്ച് കയറ്റിയതിന് ശേഷം ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കാലിൽ സോക്സും കൂടി വലിച്ച് കയറ്റണേണ്. അവൻ തന്നെ ഇടാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ സമ്മതിച്ചില്ല. എന്തെങ്കിലുമൊക്കെ കൊച്ചിനെ ഒന്ന് പിരിപിരിക്ക് കയറ്റണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അതിൻ്റെ കാലുമേലേക്ക് സോക്സ് വലിച്ച് കുത്തി കയറ്റി. പാവം അവൻ. എൻ്റെ മമ്മിക്ക് ഭ്രാന്തായി എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കൊച്ചിനുള്ളത് കാരണം കൊച്ചിനെനിക്കൊരു ഉമ്മയൊക്കെ തന്ന് സമാധാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ അവൻ ഇന്ന് ക്രാഫ്റ്റുള്ള ദിവസമാണ്. അപ്പോൾ അത് കാരണം അവൻ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളും ചാർട്ട് പേപ്പറും ഒക്കെ ഫയലിലാക്കി എടുത്ത് വെക്കുന്നുണ്ടായി ബാഗിൽ. പിന്നെ അവൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ്റെ ഹെൽമെറ്റൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഞാനും വീടൊക്കെ പൂട്ടി ഞാനും ഇറങ്ങാൻ തയ്യാറാവുകയാണ്. അവൻ്റെ ബാഗും പൊക്കി എടുത്തുകൊണ്ട് ഞാനും ഇറങ്ങണേയാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും അമ്മ ഒരു തേങ്ങയും കൊണ്ടുപോകുന്നത്. എവിടെ നിന്ന് കിട്ടിയ തേങ്ങയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ തെങ്ങുമേന്ന് തെറിച്ച് വീണതാണ്. അത് പോയി വീണത് റോട്ടുമേലാണെന്ന്. അങ്ങനെ റോഡുമേന്ന് അമ്മ തേങ്ങയും എടുത്തുകൊണ്ട് വരണ വരവാണ്. അമ്മേനോട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ വടി വിഴുങ്ങിയ പോലെ നിന്ന് കളഞ്ഞു.
പിന്നെ അമ്മേനോടൊരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞപ്പോഴേക്കും അമ്മ ഹായ് ഒക്കെ പറഞ്ഞു. അമ്മേനെ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷമാവാറുണ്ട് നമ്മുടെ അമ്മ. അങ്ങനെ അനിയനും അനിയത്തിയും കൂടി അവരുടെ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് വരണ വഴിക്കാണ് കേട്ടോ നമ്മളിറങ്ങുന്നത്. അങ്ങനെ അവരെ കണ്ട് സംസാരിച്ചു. പിന്നെ നമ്മൾ അവനെയും കൊണ്ട് അവൻ്റെ സ്കൂളിലെത്തി. അങ്ങനെ അവനെ സ്കൂളിലാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്കും പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ.